ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാൽ ലാൽ ജോസ് കൂട്ടുകെട്ടിൽ പിറക്കുന്ന വെളിപാടിന്റെ പുസ്തകം. ഈ ചിത്രത്തിന്റെ ലൊക്കേഷനിലെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു രംഗത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കയ്യിലെടുത്ത് മോഹൻലാൽ നടന്നു വന്ന രംഗമാണ് വീഡിയോയിൽ കാണുന്നത്. കുട്ടിയെ മടിയിൽ വെച്ച് മോഹൻലാൽ ഉച്ചത്തിൽ കരയുന്നു. സംവിധായകൻ കട്ട് പറഞ്ഞപ്പോ ലൊക്കേഷനിലുള്ള എല്ലാവരും മോഹൻലാലിന്റെ അഭിനയം കണ്ട് കൈയടിച്ചുപോയി. എന്നാൽ കട്ട് പറഞ്ഞതിന് ശേഷവും മോഹൻലാൽ അവിടുന്ന് എഴുന്നേൽക്കുന്നുമില്ല, കരച്ചിലോട്ട് നിർത്തുന്നുമില്ല. തന്റെ കഥാപാത്രത്തിൽ നിന്നും തിരികെ വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഷോട്ട് എടുത്തു കഴിഞ്ഞ ശേഷവും സങ്കടം അടക്കാൻ കഴിയാതെ മോഹൻലാൽ പൊട്ടിക്കരഞ്ഞു. ഇത് കണ്ട് ക്രൂ മെമ്പേഴ്സ് ഒടുവിൽ അടുത്തെത്തി മോഹൻലാലിനെ എഴുന്നേൽക്കാൻ സഹായിക്കുകയാണ് ചെയ്തത്. മോഹൻലാലിനെ നായകനാക്കി ലാൽ ജോസ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വെളിപാടിന്റെ പുസ്തകം. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അവസാന ഘട്ടത്തിലാണ്. ചിത്രത്തിൽ 2 വ്യത്യസ്ത ഗെറ്റപ്പിലാണ് മോഹൻലാൽ എത്തുന്നത്. കോളേജ് അധ്യാപകനായ മൈക്കിൾ ഇടിക്കുളയാണ് ചിത്രത്തിൽ മോഹൻലാലിന്റെ ഒരു കഥാപാത്രം. മോഹൻലാലിന്റെ ആദ്യം പുറത്തിറങ്ങിയ ലുക്ക് ആരാധകർക്ക് തെല്ല് നിരാശ നൽകിയിരുന്നെങ്കിലും ഇത്തവണത്തെ ലുക്ക് എല്ലാവരെയും ആവേശത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ചിത്രീകരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് എന്ന് പറഞ്ഞ് ചിത്രത്തിന്റെ സംവിധായകൻ ലാൽ ജോസും മോഹൻലാലും തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ പോസ്റ്ററും പുറത്തുവിട്ടിരുന്നു. പ്രൊഫസറായ മൈക്കിൾ ഇടിക്കുള എന്നതാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര്. ആദ്യം പുറത്തിറങ്ങിയ ലുക്ക് താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു ലുക്കായിരുന്നു. എന്നാൽ ഇത്തവണ മുണ്ട് മടക്കി കുത്തിയും മീശ പിരിച്ചു വെച്ചുമാണ് മോഹൻലാലിന്റെ ലുക്ക്. അങ്കമാലി ഡയറീസിലൂടെ മലയാള സിനിമയിലേക്ക് വന്ന രേഷ്മ രാജുവാണ് മോഹൻലാലിന്റെ നായികയായി എത്തുന്നത്. സലിം കുമാർ, അനൂപ് മേനോൻ, പ്രിയങ്ക എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ.